39-ാം ദിവസവും തുടരുന്ന ആശമാരുടെ അതിജീവന പോരാട്ടം അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 3 ആശാപ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിരാഹാര സമരം നടത്തുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശനം തങ്ങളെ പറ്റിക്കാനെന്ന് സമരക്കാർ ആരോപിച്ചു. സഭ ബഹിഷ്കരിച്ചുകൊണ്ട് UDF MLA-മാർ സമരപന്തലിലേക്ക് മാർച്ചുമായി എത്തി. ഞങ്ങളെ കള്ളം പറഞ്ഞ് നേതാക്കന്മാരോട് കള്ളം പറഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് പോയത് പുട്ടും കടലേം തിന്നെ. അവിടെ ചെന്ന് ഏതോ വെളിയിലുള്ള രാജ്യത്തുള്ളവരെ വരണവരോ അവരെയൊന്നും കൂടെ വാങ്ങിച്ച് പുട്ടും കടലേം തിന്നെ. നാണം കെട്ട ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അത്ര പ്രയാസമുണ്ട്. ഞങ്ങൾ എന്നാലും കരയില്ല. ഞങ്ങൾ ഇനി ഒരിക്കലും കരയില്ല. ഞങ്ങളുടെ അവകാശം വാങ്ങിക്കൊണ്ട് തന്നെ ഞങ്ങൾ പോകുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഓരോ ആശാപ്രവർത്തകരും ഇതേ പ്രതീക്ഷ പുലർത്തിയിരുന്നു. എന്നാൽ ആശാപ്രവർത്തകരുടെ വിഷയം ഉന്നയിക്കാൻ എന്ന പേരിൽ ആരോഗ്യമന്ത്രിയുടെ ഡൽഹിയിലേക്കുള്ള യാത്ര കബളിപ്പിക്കാനുള്ള ശ്രമമെന്നാണ് ആരോപണം. സത്യാവസ്ഥ പുറത്തു വരുന്നു. ആരോഗ്യമന്ത്രി പോയത് അതിനല്ല, മറിച്ച് കേരളത്തിലെ ജനതയെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒടുവിൽ പ്രതിഷേധത്തിന്റെ 3ാം ഘട്ടമായി അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നു. മുൻപുയർന്ന അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുൻ അംഗം ഡോക്ടർ KG താര നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത്. ഈ ചെടിക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും. അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ്. ആ നല്ല മനസ്സിന് ഒരു 100 കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദു, ആശാപ്രവർത്തകരായ ഷീജ, തങ്കമണി എന്നിവരാണ് നിരാഹാര സമരം തുടങ്ങിയത്. കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന സമരമുറയിലേക്ക് സാഹചര്യങ്ങൾ തള്ളിവിട്ടെന്ന് ആശാപ്രവർത്തകർ. നിരാഹാരം എന്നൊക്കെ പറഞ്ഞ ആരും പേടിക്കുന്നതല്ലേ. ഇവിടെ നിരാഹാരം കിടക്കാൻ ആളുകളുടെ ഇടിയാണ്. ഞാൻ കിടക്കും എന്നാണ് ഓരോരുത്തരും പറയുന്നത്. ആദ്യത്തെ അനുഭവമാണ് എല്ലാവർക്കും. ഈ സമരത്തിനിരിക്കുന്ന ആശാവർക്കർമാരൊന്നും ഒരു രാഷ്ട്രീയത്തിൻ്റെ സമരത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് വരെ ഉള്ളൂ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടല്ലേ. അതും ഇങ്ങനെയുള്ള സമരങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഉന്നയിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കും വരെ മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. മന്ത്രിമാരുടെ മറുപടികൾ ബഹിഷ്കരിച്ച് UDF MLA-മാർ നിയമസഭ വിട്ടിറങ്ങി. തുടർന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് MLA-മാർ പ്രകടനമായി സമരപന്തലിലെത്തി. സമരത്തെ ഇപ്പോഴും പരിഹാസ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. വളരെ പുച്ഛത്തോടു കൂടിയുള്ള സമീപനമാണ് ഈ സ്ത്രീകളോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ നമ്പർ 1 ആക്കി നിൽക്കുന്ന ഈ സാധാരണ സ്ത്രീകളെ, തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി സർക്കാരിന് നടിച്ചാൽ വലിയ പ്രത്യാഘാതം സർക്കാർ നേരിടേണ്ടി വരും. എത്ര നാൾ സമരമുഖത്തുണ്ടാകുമെന്ന നിശ്ചയം ഇവർക്കില്ല. എങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ നിരാഹാര സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. പ്രേംശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.